വീട് നിർമ്മിക്കുന്ന നമ്മളിൽ പല ആളുകളും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒന്നാണ് സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം. പണ്ടുകാലത്തെ പോലെയല്ല ഇന്നത്തെ യുവതലമുറയുടെ ഭവന നിർമ്മാണം എന്ന് പറയുന്നത്. പണ്ട് വിശാലമായ പ്ലോട്ടുകളിൽ നിർമ്മിച്ചിരുന്ന ഭവനങ്ങൾ ഇന്ന് 3, 4, 5 സെന്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെയും കിണറുകളുടെയും അകലത്തിൽ താരതമ്യേന അതിയായ വ്യത്യാസം വന്നു. തൽഫലമായി നമ്മുടെ ടോയ്ലറ്റ് മാലിന്യങ്ങൾ നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകിയെത്തുകയും ഈക്കോളിൻ പോലുള്ള മാരകമായ ബാക്ടീരിയകൾ അതിലേക്ക് കടക്കുകയും അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇത്തരം സംഭവങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് ഇന്ന് നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ശക്തമായ നിയമം നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്കും തൊട്ടടുത്തുള്ള കിണറും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് 7.5 മീറ്റർ അകലം പാലിച്ചിരിക്കണം. ഇത് നമ്മുടെ കിണറായാലും നമ്മുടെ അയൽവക്കത്തുള്ള ജലസ്രോതസ്സായാലും ഈ നിയമം പാലിക്കാതിരുന്നാൽ നമ്മുടെ ബിൽഡിങ്ങിന് പെർമിറ്റ് ലഭിക്കുകയില്ല. ഒരു കുഞ്ഞു വീട് സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിലയേറിയ അറിവുകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. പെർഫെക്റ്റ് സാധനമാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഇത്തരത്തിൽ ടാങ്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ മെഷർമെന്റ് കൺഫേം ചെയ്തിട്ട് മാത്രം പറ്റിക്കപ്പെടില്ല. പല രീതിയിലാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കാറുള്ളത്. പരമ്പരാഗതമായി നമ്മൾ കല്ല് കെട്ടിയിട്ട് ടാങ്കുകൾ നിർമ്മിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പ്രദേശങ്ങളാണെങ്കിൽ കുഴി കുത്തിയിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് വാർത്തുകൊണ്ട് അത്തരത്തിലും ഇത്തരം ടാങ്കുകൾ നിർമ്മിക്കാറുണ്ട്. എന്നാൽ ഈ ടാങ്കിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോയ്ലറ്റ് മാലിന്യം വളരെ വേഗം തന്നെ ഭൂമിയിലൂടെ നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും മികച്ചതാണ് റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്കുകൾ, പ്രത്യേകിച്ചും നമ്മുടെ കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്കുകൾ. ഇന്ന് PVC പോലെ ഫെറോ സിമൻറ്റ് പോലെയൊക്കെ ധാരാളം സെപ്റ്റിക് ടാങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് ടാങ്കിനെ അപേക്ഷിച്ചിട്ട് ഇതിന് സ്ട്രെങ്ത് താരതമ്യേന കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിനേക്കാൾ വേഗം നശിച്ചു പോകാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. നമ്മൾ 1 വർഷം മുന്നേ ഒരിക്കലും നിറയാത്ത സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ കേസിൽ മറ്റ് ടാങ്കുകളെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ടാങ്കിന് ഭയങ്കര ലൈഫാണെന്ന് പറഞ്ഞു. ഇത് ഏകദേശം ഒരു 20 വർഷത്തേക്ക് നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ 20 വർഷത്തെ മാനുഫാക്ചറിങ് ഡിഫക്റ്റിനുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് 20 വർഷമല്ല. നമുക്കിപ്പോൾ ഒരു 5-6 ഫാമിലി ഉണ്ടെങ്കിൽ ഇപ്പോൾ പല സൈസ് ഉണ്ട്. ഇപ്പോൾ 7 സൈസിലുള്ള ടാങ്കുണ്ട്. എല്ലാ ടാങ്കിൻ്റെ നീളം 8.25 അടിയാണ്. നമ്മുടെ തൃശ്ശൂർ, തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു ടാങ്കിൻ്റെ നിർമ്മാണ രീതിയും മറ്റും കാണിച്ചിട്ടായിരുന്നു ഒരു വീഡിയോ. ആ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ ആ ഒരു സമയത്ത് വിളിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് ഒരിക്കലും നിറയാത്തത്? പല ആൾക്കാരുടെയും അന്നത്തെ ഒരു സംശയമായിരുന്നു, ഇത് എന്തുകൊണ്ട് നിറയുന്നില്ല, പിന്നെ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതൊക്കെ. ഇന്ന് ഞാനുള്ള നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടെ എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ അടിയൊഴുക്ക് അല്ലെങ്കിൽ ഊറ്റ് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു 4 ടോയ്ലറ്റാണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഇത്തരത്തിലൊരു സെപ്റ്റിക് ടാങ്ക് ഫിക്സ് ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ, അത് എത്രത്തോളം പെർഫെക്റ്റ് ആവാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ ഊറ്റുള്ള സ്ഥലങ്ങളിൽ അത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. സെപ്റ്റിക് ടാങ്കുകൾ നമുക്ക് ഒട്ടനവധി മെറ്റീരിയലുകളിൽ ലഭ്യമാണ്. ഈ കാണുന്ന RCCയുടെ സെപ്റ്റിക് ടാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ ഫെറോ സിമൻറ്റിൻ്റെ വരുന്നുണ്ട്, PVC, അങ്ങനെ ഒട്ടനവധി മെറ്റീരിയലുകളിൽ നിർമ്മിതമായിട്ടുള്ള ടാങ്കുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇത്തരം ടാങ്കുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, PVC ടാങ്കിൻ്റെ കാര്യങ്ങൾ അതൊരു വേറെ രീതിയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ RCC സ്ലാബുകളിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ മാനുഫാക്ചറിങ് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ടാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നിർമ്മാണ രീതി തന്നെയാണ്. 2 ഇഞ്ച് തിക്നെസ്സിൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടാങ്ക് നിർമ്മിക്കുന്നത്. അതായത് മറ്റ് ടാങ്കുകളെ അപേക്ഷിച്ചിട്ട് ദീർഘകാലം ഈട് നിൽക്കും. അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പോലും നമുക്ക് ഈ ഒരു ടാങ്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ലോഡ് ഒരുവിധമൊക്കെ ഈ ടാങ്കിൻ്റെ മുകളിൽ കയറിയാലും ടാങ്ക് പൊട്ടിപ്പോകില്ല എന്ന് അർത്ഥം. മാത്രമല്ല ഇവർ ഇതിന് ഏകദേശം 20 വർഷത്തിൽ കൂടുതൽ തന്നെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
വിവിധ അളവുകളിൽ ഈ ടാങ്ക് നമുക്ക് ലഭ്യമാണ്. എല്ലാ ടാങ്കിൻ്റെയും നീളം എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. പിന്നീട് അതിൻ്റെ വ്യാസത്തിൽ വരുന്ന വ്യത്യാസമാണ് ടാങ്കിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാങ്കിൻ്റെ വലിപ്പത്തിൽ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം ടാങ്ക് അതിലേക്ക് ഇറക്കി വയ്ക്കാം. പിന്നീട് സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ചിട്ട് ഇത് കൃത്യമായ ലെവലിലാണ് എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 45 സെൻറ്റിമീറ്റർ മാറിയതിന് ശേഷം ഇതിൻ്റെ സോക്ക് പിറ്റും സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പിറ്റിലേക്ക് ടാങ്ക് ഇറക്കി വെച്ചു, സോക്ക് പിറ്റ് വെച്ചു, അതിനെ വാട്ടർ ലെവൽ ചെയ്തുകൊണ്ട് നമ്മൾ ഓവർഫ്ലൈ പൈപ്പ് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യുവാണ്. മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യും. ഈ ഒരു ടാങ്കിനുള്ളിൽ 3 ചേമ്പറുകളുണ്ട്. ഇതിൻ്റെ ഒരു വശത്തായി ഇൻലെറ്റ് പൈപ്പും മറുവശത്തായി ഔട്ട്ലെറ്റ് പൈപ്പിനുമുള്ള ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോയ്ലറ്റിൽ നിന്നും ആ ഒരു പൈപ്പ് ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്യാം. ശേഷം ഈ ഒരു ഒന്നാമത്തെ അറയിൽ വീഴുന്ന നമ്മുടെ ടോയ്ലറ്റ് മാലിന്യം അവിടെ ഒരു ബാക്ടീരിയയുടെ സഹായത്തോടെ ഡൈജസ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് ചേമ്പറിലേക്ക് പോകും. അവിടെ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വാട്ടറാണ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ടാങ്ക് കൃത്യമായി സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് പൂർണ്ണമായും ജലം നിറയ്ക്കണം. ശേഷം ബാക്ടീരിയ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചാണകം അതിലേക്ക് നിക്ഷേപിക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ ഈ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്ന് ഇത്തരം ബാക്ടീരിയ ഫോം ചെയ്യുന്ന കെമിക്കലുകൾ ചെറിയ തുകയ്ക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഇത്തരം സെപ്റ്റിക് ടാങ്കുകളിൽ സാധാരണ നമ്മുടെ ബാക്ടീരിയകളുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് പോവുക. നമ്മൾ ധാരാളമായി നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് പല കെമിക്കലുകളും ഉപയോഗിക്കാറുണ്ട്. ഇത്തരം കെമിക്കലുകളുടെ അധിക ഉപയോഗം മൂലം നമ്മുടെ ഈ ടോയ്ലറ്റിലെ ബാക്ടീരിയകൾ നശിച്ചു പോവുകയും അത് ഇതിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഈ ഒരു ടാങ്കിൽ പൂർണ്ണമായും ജലം നിറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളം ഇത് ഓവർഫ്ലൈ ആയിട്ട് ഈ ഒരു ഔട്ട്പിറ്റിലേക്ക് പോവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ സോക്ക് പിറ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ടാങ്ക് ഒരിക്കലും നിറയില്ല എന്ന് പറയാനുള്ള ഒരു കാരണം. മാത്രമല്ല, സാധാരണ നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ മറ്റൊരു ശത്രുവാണ് നമ്മുടെ വലിയ വൃക്ഷങ്ങളുടെ വേരുകളും മറ്റുമൊക്കെ ഇതിലേക്ക് കടന്നു കയറിയിട്ട് ഇത് ബ്ലോക്ക് ആവാനുള്ളൊരു സാധ്യത. ഇത് നമുക്ക് പൂർണ്ണമായും RCC കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പുറമേ നിന്നുള്ള ഒരു വസ്തുക്കളും അകത്തേക്ക് പ്രവേശിക്കുകയും ഇല്ല. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇന്ന് മാർക്കറ്റിൽ ഇത്തരം പേരുകളിൽ ധാരാളം വ്യാജ ടാങ്കുകൾ കണ്ടുവരുന്നുണ്ട്. ബേസിക് ആയിട്ട് ഇത്തരത്തിൽ ഒരു ടാങ്ക് സൈറ്റിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 16,500 രൂപയാണ് നമുക്ക് ചിലവ് വരിക. കേരളത്തിൽ എവിടെയും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. ഞാനിവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അവിടെ നിന്ന് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.